2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. കരുളായിൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ച പ്രദേശത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം റയാനത്ത് കുറുമാടനും മുസ്ലിം ലീഗ് നേതൃത്വവും സന്ദർശനം നടത്തി. നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് അടിയന്തരമായി സർക്കാരും ബന്ധപ്പെട്ടവരും സഹായമെത്തിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ച ചെട്ടി, കരിന്താർ, വരക്കുളം മേഖലകളിലാണ് മുസ്ലിം ലീഗ് നേതാക്കളും ജില്ലാ പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തിയത്. മരങ്ങൾ വീണ വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധിയായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് മേഖലയിലുണ്ടായിട്ടുള്ളത്. അതിനാൽ സർക്കാരും ബന്ധപ്പെട്ടവരും അടിയന്തരമായി സഹായം നൽകണമെന്നും ജില്ലാ കളക്ടർ, തഹസിൽദാർ ഉൾപ്പെടെ ഉയർന്ന റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളുടെ നഷ്ടം നികത്താനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയും ജില്ലാ പഞ്ചായത്ത് അംഗം റൈഹാനത്ത് കുറുമാടനും ആവശ്യപ്പെട്ടു. വന്ന് സന്ദർശിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. ഒരു ചെറിയ നിമിഷ നേരം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോകുന്ന രൂപത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളാണ്. കൃഷിഭൂമി തകർന്നുപോയി, അതുപോലെ തന്നെ ഒട്ടനവധി റബ്ബർ എസ്റ്റേറ്റുകൾ നശിക്കുന്ന സാഹചര്യം, മരങ്ങളൊക്കെ കടപുഴകി വീടുകൾക്ക് മുകളിൽ, വാഹനത്തിന് മുകളിലൊക്കെ വീണ് ഉണ്ടായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു ചെറിയ പ്രദേശത്തെ ശരിക്ക് വരിഞ്ഞു മുറുക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി എല്ലാവിധ മാനദണ്ഡങ്ങളും മറികടന്ന് അർഹതപ്പെട്ട രൂപത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇതിന്റെ ഇരകൾക്ക് എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, തഹസിൽദാർ, അതുപോലെ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുകയും ഇവിടെ ദുരന്തബാധിതരായ സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന്. പ്രദേശത്തുള്ള ഈ ഒരു അപകടം വളരെ ഭയാനകമായ അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ ചെയ്തുകൊണ്ട് ഇതിനുള്ള സഹായം ചെയ്തു കൊടുക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ള നടപടികൾ ഉണ്ടാകണം. അത്രയും ഭയാനകമാണ്. ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഭയാനകമായ ഒരു അവസ്ഥയിൽ ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളെല്ലാം എത്രയും എളുപ്പം പൂർത്തിയാക്കിക്കൊണ്ട് ഇവരെ സാധാഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി. കക്കോടൻ അബ്ദുൽ നാസർ, കെ ടി സൈതലവി, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജ, വൈസ് പ്രസിഡന്റ് കെ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുളായി.